നേതാവിനെ വെല്ലുവിളിച്ചു മന്ത്രി വി ശിവൻകുട്ടി. വെറുതെ പ്രസംഗപീഠങ്ങളിൽ ഇരുന്ന് വാചക കസർത്ത് നടത്തിയാൽ സംഘപരിവാർ വിരുദ്ധത തെളിയിക്കാനാകില്ല. കേരളത്തിന്റെ മണ്ണിൽ BJP തുറന്ന ഏക അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇടതുപക്ഷമാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തെ മുട്ടുകുത്തിക്കാൻ ആർജവമുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് നേമത്ത് മത്സരിക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. BJPക്ക് RSS വലിയ ഫൈറ്ററാണല്ലോ. കേരളത്തിൽ കേരളത്തിൽ BJP ജയിച്ചിട്ടുള്ള ഏക മണ്ഡലം നേമത്താണല്ലോ. അങ്ങനെയാണെങ്കിൽ നേമത്ത് നിന്ന് മത്സരിച്ച് BJPക്കെതിരായിട്ട് വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹം തയ്യാറാവട്ടെ. BJP സാന്ത്വന സാജു ആണ് ചേരുന്നത്. സാന്ത്വന, നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ മത്സരത്തിന് ഇറങ്ങുന്നുണ്ട്. ശിവൻകുട്ടിയും വീണ്ടും മത്സരിക്കും. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ മന്ത്രിയുടെ വെല്ലുവിളി? വനിത, ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ടതുപോലെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിയാണ്. യഥാർത്ഥത്തിൽ സംഘപരിവാറിനെതിരെ ഒരു പോരാട്ടം നടത്താൻ പ്രതിപക്ഷ നേതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പീഠങ്ങളിലിരുന്ന് സംസാരിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞാൽ മാത്രം പോരാ, നേരിട്ട് എത്തിക്കൊണ്ട് നേമത്ത് മത്സരിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു വെല്ലുവിളിയായി തന്നെ മന്ത്രി വി ശിവൻകുട്ടി മുന്നോട്ടേക്ക് വച്ചിരിക്കുന്നത്. കാരണം BJP ആദ്യമായ ഒരു അക്കൗണ്ട് തുറന്നത് നേമത്തായിരുന്നു. അപ്പോൾ ആ മണ്ഡലത്തിലേക്ക് തന്നെ നേരിട്ട് വന്ന് മത്സരിച്ച് അവിടെ വിജയിക്കൂ, എന്നാൽ മാത്രമേ ഈ സംഘപരിവാറിനെതിരെയുള്ള ഒരു പോരാട്ടമായി അതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ആകെ ഉണ്ടായിരുന്ന BJPയുടെ ഒരു സീറ്റ് അത് സാജുവാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിക്കുകയാണ് നേമത്ത് മത്സരിക്കാൻ. ഇന്ത്യൻ പ്രതിപക്ഷ നേതാവിന്റെ മറുപടി എന്താണ് എന്ന് നമുക്ക് നോക്കാം.